നോക്കൂ, ഇന്നത്തെ ദിവസം നമ്മൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ച സമയം കളയണമെന്നുള്ളതാണ് ഇടത് പ്രതിനിധിയുടെ ആഗ്രഹം. കാരണം ഇവിടെ ശബരിമലയിലെ സ്വർണ്ണ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഇൻവെന്ററി എടുക്കേണ്ടതുണ്ട്. 99 മുതലുള്ള കണക്കെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ച സമയത്ത് ഒരു പെട്ടിയിൽ സ്വർണ്ണാഭരണങ്ങളും ഒരു ചാക്കിൽ നിറച്ച പോലെ സ്വർണ്ണ നാണയങ്ങളും ഒരു കണക്കുമില്ലാതെ രജിസ്റ്ററിൽ പോലും രേഖപ്പെടുത്താതെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടതിൻ്റെ ഞെട്ടലിൽ ആശങ്കയിൽ കോടതിയിൽ ഉത്തരവിട്ടിട്ടുള്ള ദിവസമാണ് ഇന്ന് ദിവസം. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കരുത്. മറ്റേ ജി സുധാകരൻ്റെ കാര്യമോ സ്റ്റാലിൻ്റെ കാര്യമോ ചെങ്കോട്ടുകോണം സ്വാമിയുടെ കാര്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന BJP ആണോ കോൺഗ്രസ് ആണോ ഒരുക്കിയത് എന്നതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിഫൻസാണ്. ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിഫൻസിൻ്റെ പല ലെവലുകളിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള നുണകൾ അടുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ മാത്രം ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവിടെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വളരെ ഭംഗിയായിട്ടൊരു അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന സമയത്ത് അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളൊരു ആരോപണം ഉന്നയിച്ചു. അവസാനം എന്താണ്, അന്വേഷണം വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് കിട്ടി എന്നാണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതീതി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല ഈ കേസിലെ പരാതിക്കാരൻ. ഈ കേസിൻ്റെ വിധിന്യായം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിലെ 7th റെസ്പോണ്ടൻ്റ് ആണ്, 7ാമത്തെ പ്രതിയാണ്, 7ാമത്തെ എതിർകക്ഷിയാണ്. ഈ സ്വർണം റീപ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഇവിടെ കോടതി ഈ കാര്യത്തിലേക്ക് വരുന്ന സന്ദർഭം എന്താണ്, ഇവിടെ കോടതിയുടെ അനുമതി ഇല്ലാതെ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മരാമത്ത് പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ക്രമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് കോടതി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ രേഖകൾ വിളിച്ചു വരുത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത് പുറത്തു വന്നത്. അല്ലാണ്ട് അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇതിപ്പോൾ ഒരു അടിയന്തര പ്രശ്നമായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ്, രാഷ്ട്രീയ പ്രശ്നം എന്നാണ് പറയുന്നത്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കൊണ്ടുപോയത് 2019 ജൂലൈയിലാണ്. അതായത് 6 വർഷം മുൻപാണ്. ഇത്രയും കാലവും ആ പീഠങ്ങൾ മടക്കി കിട്ടിയിട്ടില്ല. ഇത് കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അന്ന് 2 പീഠങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അത് ഒരുപക്ഷെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായിട്ട് 2 സ്ട്രോങ് റൂമുകൾ, ശബരിമലയിലുള്ള സ്ട്രോങ് റൂമും അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഉള്ള സ്ട്രോങ് റൂമും 10 ദിവസം പരിശോധിച്ചു. ഇത് കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമായപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു സ്വർണ്ണ പ്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ദേവസ്വംകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജിലൻസുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്തോളൂ എന്ന് പറയുകയും ചെയ്യുന്നത്. ഇത് ആരാണ് ഈ പറയുന്ന ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇത് യഥാർത്ഥ സ്വർണ്ണ പാളികൾ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രതീതി എന്താ, ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, പോയ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അത് പീഠം കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി സ്വർണ്ണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ഇനി ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിലത്തെ വസ്തുത. സ്വർണം 4.5 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പീഠം എന്ന് പറയുന്നത് 4.5 കിലോ സ്വർണ്ണം അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. ആദ്യത്തെ ദിവസം 25.5 കിലോ 25.400 ഗ്രാം വരുന്ന സ്വർണ്ണപ്പാളികൾ കൊടുക്കുന്നു. രണ്ടാമത്തെ ദിവസം 2 പീഠങ്ങൾ കൊടുക്കുന്നു. പീഠത്തിൻ്റെ തൂക്കം എത്രയാ, 17 കിലോ 400 ഗ്രാം. ഇത് 2 കൂടി കൂട്ടിയിട്ടാണ് മൊത്തം 42 കിലോ 800 ഗ്രാം. ഇത് ചെന്നൈയിൽ പോയി അളക്കുന്ന സമയത്താണ് 35 കിലോ 800 ഗ്രാമായി മാറുന്നത്. അവിടെയാണ് 5 കിലോൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. ഈ 2 പീഠങ്ങൾ മടക്കി കിട്ടിക്കഴിഞ്ഞാൽ 17.5 കിലോളം സ്വർണം അല്ലെങ്കിൽ 17.5 കിലോളം ഐറ്റം വരും. ഈ പീഠം അന്നത്തെ സമയത്ത് തൂക്കിയിട്ടേ ഇല്ല. പീഠം ഇല്ലാത്തതുകൊണ്ടല്ല 4.5 കിലോൻ്റെ വ്യത്യാസം വന്നത്. പീഠം ഉൾപ്പെടെ ചെന്നൈയിൽ വെച്ച് തൂക്കി സമയത്താണ് 4.5 കിലോന്റെ വ്യത്യാസം വന്നത്. ആ 4.5 കിലോ എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം, ഈ 4.5 കിലോ സ്വർണം ആവിയായി പോയോ? അതിന് ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് ഏത് സമയത്താണ് സംഭവിക്കുന്നത്? 2019 സംഭവിക്കുന്നത്. 2019 ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന ആരാണ്? M പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത് ആരാണ്? ഈ ദേവസ്വം ബോർഡല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിക്ക് സ്വന്തം നിലയിൽ മരാമത്ത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്? അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, ആരുടെ ആളാണ്,
തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഈ പി.കെ. ഗോപൻ പറയുന്നൊരു വാദം ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. അതായത് ആരാണോ ഇത്രയും കാലം ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വെച്ചിരുന്നത് ഇവർക്ക് കുടുങ്ങും എന്നൊരു ചിന്ത ഉണ്ടായപ്പോൾ ഇവരിത് പെട്ടെന്ന് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സഹോദരിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആരാണ് ഈ 6 കൊല്ലമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വെച്ചിരുന്നത്? ഈ 6 കൊല്ലമായിട്ടും ഈ സ്വർണ്ണപീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ദേവസ്വം എന്തുകൊണ്ട് ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല? ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം രേഖകളിൽ എന്തുകൊണ്ട് ഈ പീഠവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കാണണമെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സെപ്റ്റംബർ 17 വിധിയിലെ 2-3 ഭാഗങ്ങൾ, ഞാൻ വല്ലാതെ സമയം എടുക്കില്ല, ഞാൻ ഓരോ വാചകങ്ങൾ മാത്രം ഓരോ പാരഗ്രാഫിൽ ഈ വിധി മുഴുവൻ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആളുകൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര ഗ്രേവ് ആയിട്ടുള്ള, എത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ് മാത്രം. 4-ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ കോടതി പറയുന്നു, ഇവിടെ പറഞ്ഞല്ലോ വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടാണ് പാളികൾ നീക്കം ചെയ്തത്. 4-ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ കോടതി പറയുന്നു, ദ പ്രസൻസ് ഓഫ് ദ വിജിലൻസ് അതോറിറ്റീസ് were not secured at the time of removal of gold cladded plates. അതായത് ഈ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുന്ന സമയത്ത് വിജിലൻസിന്റെ ഒരാൾ പോലും അവിടെ ഹാജരായിരുന്നില്ല. 5-ാമത്തെ പാരഗ്രാഫിന്റെ അവസാനം, ദ റെക്കോർഡ്സ് ഡു നോട്ട് റിവീൽ ദാറ്റ് എനി ദേവസ്വം ഒഫീഷ്യൽസ് അക്കംപാനിഡ് ദ 7th respondent on his journey to the premises of the 8th respondent. അതായത് ഈ സ്വർണ്ണാഭരണങ്ങൾ, ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇവരെ അനുഗമിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ 7-ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നു, ദർ ഇസ് എൻ അലാമിംഗ് ഡിസ്ക്രിപ്പൻസി ഡിമാൻഡിംഗ് എ ഡീറ്റെയിൽഡ് എൻക്വയറി. ദർ ഈസ് ഓൾസോ എ പോസിബിലിറ്റി ദാറ്റ് ദ ഐറ്റംസ് എൻട്രസ്റ്റഡ് ബൈ ദ 7th respondent were another set of copper plates. അതായത് ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള കോപ്പർ പ്ലേറ്റ്സ് തന്നെയാണ് ചെന്നൈയിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇത് മറ്റൊരു സെറ്റ് ഓഫ് കോപ്പർ പ്ലേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനി 9-ാമത്തെ പാരഗ്രാഫിൽ ഏറ്റവും ഗൗരവമുള്ള പരാമർശം, ഇതിന് പി.കെ. ഗോപൻ മറുപടി പറയണം. അവിടെ പറയുന്നു, ദ മഹസർ ഡേറ്റഡ് 11/9/2019 പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഡോക്യുമെന്റിംഗ് ദ റീഫിക്സിംഗ് ഓഫ് ദ ദ്വാരപാലകാസ് ആൻഡ് പീഡംസ് എന്ന സോപാനം മേക്ക് ഈവൺ മോർ ഷോക്കിംഗ് റീഡിംഗ്. അസ്റ്റൗണ്ടിംഗ്ലി ദ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് റീഫിക്സ്ഡ് വെർ നോട്ട് റെക്കോർഡഡ് അറ്റ് ഓൾ. ഇറ്റ് ഈസ് എൻ എലിമെന്ററി ആൻഡ് പ്രൂഡന്റ് പ്രൊസീജിയർ വെൻ സച്ച് precious gold cladded articles entrusted with precise weight specifications are removed for plate. അതായത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇത് തൂക്കി നോക്കിയിട്ട് പോലും ഇല്ല. ഇവിടുന്ന് കൊണ്ടുപോയത് 42.5 കിലോ. ശ്രീ ഗോപൻ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.